പണ്ടത്തെ അനന്തു അല്ല ഇപ്പോഴത്തെ അനന്തു ഇൻ ടേംസ് ഓഫ് വെൽത്ത്. അനന്തു കുറെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് അതിന് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടായ ഒരു പുറത്തുനിന്ന് ഫണ്ടിങ് റേസ് ചെയ്യാൻ പറ്റിയാൽ പോലും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അനന്തു എങ്ങനെയാണ് പൈസ? സ്റ്റാർട്ടപ്പ് യൂഷ്വലി എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എന്ന് വെച്ചാൽ സെക്കൻഡറീസ് ചെയ്യാണ്. വൺസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് കമ്മിങ്, ഇറ്റ്സ് ഓഫ് ടു ടൈപ്പ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി സൈലത്തിന്റെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫണ്ട്, ആൻഡ് സെക്കൻഡറി ഷുഡ് ബി ഫോർ യു വാട്ട് എവർ സ്റ്റേക്സ് ദാറ്റ് യു ആർ സെല്ലിംഗ്. അതിനായിട്ട് അവർ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹോൾഡിംഗ്സ് കുറയും. സൊമാറ്റോ എടുക്കുന്നു, ദീപേന്ദ്ര ഗോയൽ 2% ആണ് ആൾ ഹോൾഡ് ചെയ്യുന്നത്, അറൌണ്ട്. ബട്ട് ഈസ് എ ഫൗണ്ടർ. ഇൻഫോ എഡ്ജ് ഇപ്പോഴും 15% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഏർലി ഇൻവെസ്റ്റർ. എന്നാൽ ആളിപ്പം ബുഗാട്ടി വാങ്ങിക്കുന്നു, അത് വാങ്ങുന്നു, ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫൗണ്ടർക്ക് ആദ്യമേ ഒരു 100% ആളുടെ കയ്യിലായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ 10 രൂപ ഉണ്ടാവുള്ളൂ. അയാൾ അതിന്റെ എന്ത് ചെയ്യുന്നു, 50 വിൽക്കുന്നു. 50 വിറ്റ സമയത്ത് അയാൾ 10 രൂപ ഉണ്ടായിരുന്നതിനെ ഒരു 100 ആക്കിയിട്ടായിരിക്കും വിറ്റിട്ടുണ്ടാവുക. അപ്പൊ ഇപ്പൊ അയാളുടെ 50ന്റെ വാല്യൂ 50 രൂപയാണ്. അയാളുടെ കയ്യിൽ ആകെ 100ന് 10നേക്കാൾ നല്ലത് 50ന് 50 കിട്ടുന്നതാണ്. പിന്നെ 50ന്റെ വാല്യൂ പിന്നെ എന്ത് ചെയ്യും, കൂടി 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 ഇവൻ 2% അയാൾ അന്ന് ഹോൾഡ് ചെയ്തതിന്റെ 100 ഇരട്ടി ആയിരിക്കാം. ആ 2% അത്രയും വാല്യൂ ഉണ്ടാവുന്നതാണ് സ്റ്റാർട്ടപ്പ് ജേർണി എന്ന് പറയുന്നത്. ദാറ്റ് പ്രോസസ് ഈ സ്റ്റാർട്ടപ്പ് ജേർണി എന്ന് പറയുന്നത്.